മക്കൾസ്, നമ്മുടെ +1 ഗിയർ ഷിഫ്റ്റിനുള്ള സമയമായിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ഇതുവരെ പഠിച്ച 3 ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്ന് പൊടിതട്ടിയെടുത്തത്. നമ്മുടെ മോഷനെ പ്ലെയിനിലെത്തുമ്പോൾ വെക്ടർ എന്ന് പറഞ്ഞ പുതിയ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. എന്നാലും വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു. വെക്ടർ അഡീഷൻ നമ്മൾ അവിടെ തന്നെ പഠിച്ചത്. എന്നാൽ ഇനി വരുന്ന ചാപ്റ്ററുകൾ നിങ്ങളെ ഏറെ കുഴപ്പിക്കാൻ പോകുന്നതാണ്. നമ്മുടെ വർക്ക് എനർജി ആൻഡ് പവറും അതേപോലെ തന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഈ വർക്ക് എനർജി ആൻഡ് പവറിനകത്താണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നത്. വെക്ടറുകളെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എത്തുമ്പോൾ അവിടെ നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്ന ക്രോസ് പ്രോഡക്റ്റ് ആണ്. അതായത് വെക്ടറുകളെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു വെക്ടർ കിട്ടുന്നു. പിന്നീട് വർക്ക് എനർജി ആൻഡ് പവറിനകത്ത് നിങ്ങൾ എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റഗ്രേഷൻ നിങ്ങൾ ആദ്യമായി പഠിക്കാൻ പോകുന്നതും ഇതേ വർക്ക് എനർജി ആൻഡ് പവർ എന്നുള്ള ചാപ്റ്ററാണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഒരു ചെറിയ ചാപ്റ്ററായിട്ടൊക്കെ തോന്നും. ഒരൊറ്റ ഡെറിവേഷൻ മാത്രമേ അവിടെ നമുക്ക് എക്സാമിന് ചോദിക്കത്തുള്ളെങ്കിലും ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ മക്കളെ നമ്മൾ ഏറെ ബുദ്ധിമുട്ടുന്നതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പുതിയ കോൺസെപ്റ്റാണ് ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റിജിഡ് ബോഡി എന്ന് പറയുന്ന പുതിയ കോൺസെപ്റ്റ്, അതേപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന, ടോർക്ക് എന്ന് പറയുന്ന നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഗ്രാവിറ്റേഷൻ വരുന്നുണ്ടെങ്കിലും അതിനുശേഷം വരുന്ന ചാപ്റ്ററുകളായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്ന 2 ചാപ്റ്ററുകളാണ്. അതിനകത്ത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെറിവേഷൻ വരുന്ന ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററുകളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ടടാ മക്കളെ. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് അടിച്ചെടുക്കേണ്ട മക്കളെ. അതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ച് ഇന്ന് തന്നെ തുടങ്ങുക. ഇനി നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കാനില്ല. 10ാം ക്ലാസ് പോലെയല്ല +1 എന്ന് എല്ലാവരും പറയുന്ന ക്ലീഷേ ഡയലോഗ് ഞാൻ ഇവിടെയും പറയുകയാണ്. അതെ, 10ാം ക്ലാസ് പോലെയല്ല നമ്മുടെ +1 എന്ന് പറയുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ടോപ്പിക്കാണ്. അത് നിങ്ങൾക്ക് ഈ 3 ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ +1 എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ ഇതാ നമ്മുടെ സൈല ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സൈലത്തിൻ്റെ അഗ്നി ബാച്ചിലോട്ട് നിങ്ങൾ ഏവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഇപ്പോൾ വിദ്യാരംഭം പ്രമാണിച്ചുകൊണ്ട് സൈലത്തിൻ്റെ ഒരു ഓഫറിലൂടെ നിങ്ങൾക്ക് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. 15% നമ്മുടെ ഓഫർ എന്ന് പറയുന്നത്. VDM15 എന്ന് പറയുന്ന ഈ കൂപ്പൺ കോഡ് അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഓഫർ കരസ്ഥമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വർഷക്കാലം സൈലത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പഠിച്ച് ഫുൾ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലോട്ട്, ആ ഒരു ഡ്രീമിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, നടക്കാം. അപ്പോൾ ഇങ്ങ് കയറിപ്പോന്നേക്ക് ഞങ്ങളുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെ സേഫാണ് മക്കളെ.